ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും സോറി പറയുകയാണ്. എനിക്ക് കല്യാണത്തിന് 2 ദിവസം മുമ്പ് തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ സൗണ്ടൊന്നും കറക്റ്റായിട്ട് ഇനി തൊട്ട് കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുടവ കൊടുക്കൽ ഫംഗ്ഷൻ്റെ ഒരു വീഡിയോ ആണ്. എൻ്റെ വീട്ടിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. കല്യാണത്തിന് 2 ദിവസം മുമ്പായിരുന്നു ഈ പരിപാടി. എൻ്റെ വലിയച്ഛനും വലിയമ്മയും ചേച്ചിയും ചേട്ടനും മാമൻ്റെ മോനും പിന്നെ എൻ്റെ ആദിക്കുട്ടനും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫൈസി, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ ആദിക്കുട്ടൻ. അവൻ മലപ്പുറത്തുനിന്ന് വന്നതാണേ. പിന്നെ ഇതെൻ്റെ ഉണ്ണിച്ചേട്ടൻ, എൻ്റെ മാമൻ്റെ മോനാണ്. ഇതെൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഗീഗോ ചേട്ടൻ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫൈസി. പിന്നെ ഇതെനിക്ക് ആ ദിവസം ഗിഫ്റ്റ് കിട്ടിയതാണ് ഗൗരിയുടെ. പിന്നെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഉണ്ണിയുടെ വീട്ടുകാർ. ഉണ്ണിയുടെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും പിന്നെ ഒരു കസിൻ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ അമ്മാവനും അമ്മായിയും കൂടിയിട്ടാണ് നമുക്ക് പുടവരായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ താലമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പോയിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. ഒരു നല്ല കാര്യം നടക്കുമല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അങ്ങനെ ഒരു താലമൊക്കെ ഇങ്ങനെ ഓൾമോസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതാണ് എൻ്റെ സാരി കേട്ടോ. അപ്പോൾ ഈ ദിവസമാണ് ഓൾമോസ്റ്റ് എല്ലാവരും എൻ്റെ വീട്ടിൽ ഈ സാരിയുടെ കളർ കാണുന്നത്. അങ്ങനെ ഞാൻ പുടവ മേടിക്കാനായിട്ട് ഇങ്ങനെ നീങ്ങി നിൽക്കുവാണ്. ചേട്ടൻ്റെ വൈഫ് മീനു ചേച്ചിയാണ് എനിക്ക് പുടവ തന്നത് കേട്ടോ. പുറകെ നിൽക്കുന്ന എൻ്റെ കൊച്ചനാണേ. അങ്ങനെ ചേച്ചി പുടവ വന്നു. ഞാൻ ചേച്ചിയുടെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനെയൊക്കെ എടുത്ത് എല്ലാവർക്കും ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ മറ്റേ പൊട്ട്, ചീപ്പ്, കണ്ണാടി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പോയിട്ടുള്ളൊരു ബാഗും കൂടെ അവരെന്നെ ഏൽപ്പിച്ചു. അതിനുശേഷം നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ലഞ്ചായിരുന്നു നമ്മൾ അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണിച്ചേട്ടനും വലിയച്ഛനും ഗീഗോ ചേട്ടനും അച്ഛനൊക്കെ കൂടെ ലഞ്ചൊക്കെ കൂടെ വിളമ്പി. പിന്നെ അമ്മയും വലിയമ്മയും അമ്മായിയൊക്കെ കൂടെ അവർക്ക് ഇങ്ങനെ സെർവൊക്കെ ചെയ്ത് ഇടയ്ക്ക് അവരുടെ അടുത്തൊക്കെ പോയി നിന്ന് സംസാരിച്ച് അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോണതിന് മുമ്പ് പിന്നെയും നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും അമ്മായിയുടെയൊക്കെ കൂടെ ഇങ്ങനെ എടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മായിക്കും അമ്മാവനും എൻ്റെ കൂടെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഈ ദിവസം ഞങ്ങളുടെ മെയിൻ ക്യാമറാമാൻ ആദിക്കുട്ടനായിരുന്നു. അവൻ്റെ കയ്യിൽ കിട്ടിയ ക്ലിപ്സൊക്കെ അവനും ഗീഗോ ചേട്ടന് പറ്റിയതൊക്കെ ഗീഗോ ചേട്ടനും അങ്ങനെ എല്ലാവരും അവിടെ നിന്നും ഇവിടെ നിന്നും മൊത്തത്തിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫൈസിയും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അവരെനിക്കൊരു കേക്ക് കൊണ്ടാൽ തന്നിട്ടുണ്ടായിരുന്നു അവരുള്ളപ്പോൾ. ഞങ്ങൾക്ക് മുറിക്കാൻ പറ്റില്ല, അവരും പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ ഞാനും പിന്നെ ആദിക്കുട്ടനും അതിൻ്റെ ഇടയ്ക്ക് ചിഞ്ചേച്ചിയും വിച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ വിച്ചുക്കുട്ടിയാണ്. ഞങ്ങൾ 3 പേരും കൂടെ കേക്ക് മുറിച്ചു. ഇതൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ കേക്കായിരുന്നു. അടിപൊളി കേക്കായിരുന്നു, ഒന്നും പറയാനില്ല. ഏതോ ഒരു ഹോം ബേക്കർ അവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഉണ്ണി എനിക്ക് വേണ്ടി കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞാൻ എല്ലാവർക്കും കൊടുക്കണം. ചേച്ചിക്കും ഗീഗോ ചേട്ടനും ഉണ്ണിച്ചേട്ടക്കും പിന്നെ എൻ്റെ അച്ഛനും ഫൈസിക്കും അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് പോയി. ഇന്നും ഞങ്ങൾക്ക് പരിപാടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 2.25 വർഷത്തിന് ശേഷം ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ കാറിൽ കയറുവാണ്. എപ്പോഴും ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് ഇപ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് എനിക്കത്. ഫസ്റ്റ് ഞങ്ങൾ പോയി ഞങ്ങളുടെ മെയിൻ ബുട്ടീക്കിലേക്കാണ്, ഞങ്ങളുടെ ദേവാംഗയിലേക്ക്. അവിടെയാണ് എൻ്റെയും ചേച്ചിയുടെയും ചിഞ്ചേച്ചിയുടെയൊക്കെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. എൻ്റെ ബ്ലൗസും അഞ്ചേച്ചിയുടെ ബ്ലൗസും ഡിസൈൻ ചെയ്യുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ അത് മേടിക്കാനായിട്ട് നമ്മൾ വന്നതാണ്. ഇപ്പോൾ തലേന്ന് 10 ദിവസമായാലും ഇനി ഒരു ദിവസം കൂടെ അല്ലേ കല്യാണത്തിനുള്ളൂ ഓർത്ത് ഞങ്ങൾ ചെന്നാണ്. ഇത് സുച്ചിൻ, ഇതിൻ്റെ ഓണറാണ്. ഇവനാണ് ഇവിടുത്തെ മെയിൻ എല്ലാം ആയ ആൾ. അപ്പോൾ ചിഞ്ചേച്ചിയുടെ ബ്ലൗസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആദ്യക്കുട്ടനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവനെ ഞങ്ങൾ അവിടെ നിന്ന് ട്രോളുമായിരുന്നു. അപ്പോൾ സുച്ചിൻ എൻ്റെ എല്ലാ ഡ്രസ്സും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് എനിക്ക് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് കല്യാണത്തിന് വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോയി. നെക്സ്റ്റ് ഞങ്ങൾ ഗോൾഡൻ കപ്പിലേക്ക് പോയിട്ട് പറഞ്ഞു വെച്ചിരുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജോസ്കോയിലേക്ക് പോയി. എനിക്ക് അത്യാവശ്യമായിട്ട് മൂക്കുത്തി ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. എൻ്റെ മൂക്കുത്തി ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. ഡയമണ്ട് മൂക്കുത്തിയാണ്. അത് ജോസ്കോന്ന് തന്നെ എടുത്തപ്പോൾ അടുത്തൊക്കെ അവിടെ തന്നെ പോയി എക്സ്ചേഞ്ച് ചെയ്യാമെന്ന്. എക്സ്ട്രാ ഒരു 1500 രൂപ കൊടുത്തിട്ട് ഞാൻ വേറെ കുറച്ചുകൂടെ പരന്നൊരു മൂക്കുത്തി എടുത്തു. പിന്നെ ഞാൻ മൂക്ക് കുത്തിയിട്ട് 12 വർഷമെങ്കിലും ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്കൊരു മൂക്കുത്തി മാറ്റിയിട്ടില്ല. കാരണം ഞാൻ എപ്പം മൂക്കുത്തി എടുത്ത് മാറ്റിയാലും എൻ്റെ സ്കിന്ന് അപ്പം തന്നെ അടഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും തട്ടനക്കോട് തന്നെ പിന്നെയും മൂക്കുത്തി ഇടിക്കാറാണ് പതിവ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൂക്കുത്തി മാറ്റുന്ന പരിപാടിയേ ചെയ്യാറില്ല. നിങ്ങളാരെങ്കിലും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനിങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ നടക്കുമ്പോഴേക്കും രാത്രി 7-8 മണിയായിട്ടുണ്ട്. വീട്ടിൽ ഒരുപാട് ആൾക്കാർ എന്നെ കാണാനൊക്കെ വരുന്നുണ്ട്. ആർക്കും എന്നെ കാണാൻ പറ്റാണ്ട് സങ്കടമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മൾ ഈ ഒരു സമയത്തല്ലേ വന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒറ്റയ്ക്ക് പോയി പിന്നെ കസിൻസൊക്കെ ആയിട്ട് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ ഞങ്ങൾ കിടന്ന് ഓടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ എല്ലാ റിലേറ്റീവ്സിനോട് സോറി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാത്തതിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരേക്കും ബൈ.